വീഥികളിൽ ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും കളിയും ചിരിയും കുസൃതികളും നിറഞ്ഞു. രാധ കൃഷ്ണന്മാരുടെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ ബാലികാ ബാലകന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്രകളിൽ അണിനിരന്ന് ആയിരക്കണക്കിന് ശ്രീകൃഷ്ണ ഭക്തർ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലെ മനം കവരുന്ന നിശ്ചല ദൃശ്യങ്ങളോടെയാണ് ശോഭായാത്രകൾ നടത്തിയത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ശോഭായാത്രകൾ എടപ്പാളിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി തൃശൂർ റോഡിലാണ് സമാപിച്ചത്. മേഖലയിലെ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ശോഭയാത്ര സംഘടിപ്പിച്ചത്. ഉണ്ണിക്കണ്ണന്മാരായും ഗോപികമാരായും കുരുന്നുകൾ നിരത്തുകൾ കീഴടക്കി. മറ്റൊരമ്പാടിയാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഉണ്ണിക്കണ്ണന്മാർക്കൊപ്പം അണിചേരുന്നതിനു വേണ്ടി മുഴുവൻ കാണികളെയും നിങ്ങൾ ദ്വാരകാപുരിയിലേക്ക്, ഈ ശോഭായാത്രയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. വയനാടിന്റെ മഹാദുരന്തത്തിൽ അകപ്പെട്ടുപോയ ഓരോ ജീവന്റെയും മുന്നിൽ പ്രണമിച്ചുകൊണ്ട് കണ്ണന്റെ ജന്മദിനം ആചാരാനുഷ്ഠാനങ്ങൾ എന്നതുകൊണ്ടാണ് താങ്ങായും കടലായും വയനാടിന് എടപ്പാൾ ബാലഗോകുലത്തിന്റെ കീഴിൽ ശുഗപുരം, കരിമ്പനക്കുന്ന്, വെങ്ങിനിക്കര, നടുവട്ടം, കാലടിത്തറ, വട്ടംകുളം ബാലഗോകുലത്തിന് കീഴിൽ എരുവപ്രക്കുന്ന്, തൈക്കാട്, കുറ്റിപ്പാല, പുരമുണ്ടേക്കാട്, നെല്ലിശ്ശേരി, വട്ടംകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ശോഭയാത്രകൾ എത്തിയത്. തുയ്യം ബാലഗോകുലത്തിന്റെ കീഴിൽ തുയ്യം, പൊൽപ്പാക്കര, തറയ്ക്കൽ, പൊറൂക്കര, പെരുമ്പടപ്പ് എന്നിവിടങ്ങളിലും ശോഭയാത്ര നടത്തി. തുടർന്ന് ഭക്തിപ്രഭാഷണം, പ്രസാദ വിതരണം എന്നിവയും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും നടന്നു. ഒട്ടനവധി ഉണ്ണിക്കണ്ണന്മാരുടെയും ഒട്ടനവധി ഗോപികമാരുടെയും കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ധർമ്മബോധമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അധർമ്മത്തിന്റെ രണഭൂമിയിൽ വാദ്യസംഘങ്ങളുടെയും ഭജനസംഘങ്ങളുടെയും അകമ്പടിയോടെ നഗരവീഥികളെ അമ്പാടിയാക്കിയാണ് ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കൃഷ്ണാവതാര മഹത്വം വിളിച്ചോതിയാണ് ജന്മാഷ്ടമി ആഘോഷം നടന്നത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. പൊന്നാനിയിൽ വിവിധ ചെറുസംഘങ്ങളായി എത്തിയ ശോഭായാത്രകൾ തൃക്കാവ് ക്ഷേത്രമുറ്റത്ത് സംഗമിച്ച് മഹാശോഭയാത്രയായി മാറി ചന്തപ്പടി ചമ്രവട്ടം ജംഗ്ഷൻ വഴി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രമുറ്റത്ത് സമാപിച്ചു. രാധാകൃഷ്ണ വേഷമണിഞ്ഞ് വീഥികളെ അമ്പാടികളാക്കാനെത്തിയ കുരുന്നുകളെ കാണാൻ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് തടിച്ചുകൂടിയിരുന്നത്. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും റാലികളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃത്താല മേഖലയിലും ശോഭായാത്രകൾ നടന്നു. അവതാര കഥകളുടെ ദൃശ്യാവിഷ്കരണവുമായി നിശ്ചല ദൃശ്യങ്ങൾ, കലാരൂപങ്ങൾ, ഭജന സംഘങ്ങൾ എന്നിവ ശോഭയാത്രയ്ക്ക് അകമ്പടിയായി. അമേറ്റിക്കര തെക്കിനിയടുത്ത മനയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഹരിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.